ഹായ് എവ്രി വൺ, വെൽക്കം ടു MeenusMenu. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നമ്മുടെ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ക്രിസ്മസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റെസിപ്പികളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ഒത്തിരി റെസിപ്പികൾ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ ഈ ബീഫ് കറി എന്ന് വെച്ചാൽ നമ്മൾ ബീഫും അതിൻ്റെ എല്ലും എല്ലാം കൂടി ഇട്ടിട്ടുണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ബീഫ് കറി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സൈഡിലുള്ള ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമ്മളിവിടെ 800 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ നമ്മളിന്ന് ഈ കറി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ ബീഫ് ഒന്ന് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ വെള്ളം എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വിസിൽ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3 വിസിൽ വരെയാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേവുന്നതിൻ്റെ അളവ് ഓരോരുത്തരുടെ കയ്യിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന കുക്കറൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ വേവ് അതൊന്ന് കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കുക്കറിൽ നമ്മുടെ ബീഫ് ഒന്ന് വേകുന്ന സമയത്ത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി മസാലകളെല്ലാം ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സബോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കനം കുറച്ച് ഒന്ന് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചട്ടിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ തീ ഒത്തിരി കൂട്ടിയിടരുത്. അപ്പോൾ അത് അടുക്കി പിടിച്ച് ആകെ സബോളയെല്ലാം കരിഞ്ഞു പോവും. അപ്പം സമയമെടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോള ഇവിടെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോളയും കറിവേപ്പിലയും ഇവിടെ ഇപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊന്ന് മാർത്തണം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം എല്ലാം നന്നായിട്ടൊന്ന് മാറി വരുന്നിടം വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിക്ക ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ സബോള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. അത് നമ്മൾ വീഡിയോ എടുത്തപ്പം അതൊന്ന് മിസ്സായതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മളിങ്ങനെ മസാല പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ തക്കാളിക്ക ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ച ബീഫ് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ കറക്റ്റ് പരുവത്തിന് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിക്ക എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പം വേവിച്ച് മാറ്റി വെച്ച ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ നോർമൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ സ്റ്റോക്ക് ഒഴിച്ച് ഈ മസാല എല്ലാം ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യുമ്പം നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും എല്ലാം ഒന്നുകൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് തക്കാളിക്ക നല്ല രീതിയിൽ ഒന്ന് ഉടഞ്ഞു വരുന്നിടം വരെ മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്.
ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഇവിടെ കറക്റ്റ് പരുവത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ച ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ബീഫും മസാലയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ഒരു സ്റ്റേജിൽ വെള്ളം കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടുള്ള അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വെള്ളം ആഡ് ചെയ്യുമ്പം തണുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചേർത്താൽ നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോകുന്നതാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നല്ല ഫ്രഷായിട്ട് കട്ട് ചെയ്തെടുത്ത പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില കുറച്ചധികം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിതെല്ലാം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. നമ്മുടെ നല്ല നാടൻ ബീഫ് കറി ഇവിടെ റെഡിയാണ്. ബീഫ് ഇവിടെ ഇങ്ങനെ തിളച്ച് മറയുമ്പം നല്ല അടിപൊളി മണമാണ് ഇവിടെ എല്ലാം വരുന്നത്. നല്ല അടിപൊളി എന്താ പറയുക, നമ്മൾ ഫ്രഷായിട്ട് ചേർത്ത് കൊടുത്ത ആ ഒരു കറിവേപ്പിലയും മസാലയുടെ എല്ലാം മണമാണ്. അപ്പം ഈ ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ക്രിസ്മസിന് ഈ ബീഫ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഒട്ടുമിക്ക എല്ലാ വിഭവങ്ങളുടെയും കൂടെയും പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ചപ്പാത്തി, അപ്പം, വട്ടയപ്പം, പൊറോട്ട, കപ്പ തുടങ്ങിയ എന്തിൻ്റെയും കൂടെ നമുക്ക് ഈ ഒരു കറി സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായവും ഫീഡ്ബാക്സും എല്ലാം താഴെയുള്ള കമൻറ്റ്സിലെഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള റെസിപ്പികളുടെ അല്ലെങ്കിൽ ഡിഷിൻ്റെ പേര് താഴെയുള്ള കമൻറ്റ്സിൽ എഴുതി എന്നെ അറിയിക്കുക. ആ ഡിഷിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പം മറ്റൊരു ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം MeenusMenu.